say love you. Thank you. നമ്മുടെ രാധ കൃഷ്ണനേക്കാൾ കുറച്ച് ഹൈറ്റ് ഒക്കെ കൂടുതലാണ്. അത് കാര്യമൊക്കെ വെച്ചിരിക്കണേണ് ഗൈസ്. ഈ രാധ സീനില്ല, പക്ഷേ കൃഷ്ണൻ പിക്ക് പോയി തൂക്കിയെടുത്ത് കളയാവുന്ന അത്രേ ഉള്ളൂ. ഇതാണ് ട്രൂ ലവ്. ഇവിടെ എല്ലാത്തിനോട് പെണ്ണ് അതന്നെ നമുക്ക് അതിനോട് ചെക്കൻ ഇല്ലാത്തത്. സോ സാഡ്. കാലൊക്കെ വരച്ചിപ്പോ താഴെ നല്ലൊരു കോമഡി സീൻ ഉണ്ടാവും. സീന് സാധനം ഒരു പൂത്തൊക്കെ കിടക്കണോടാ. ക്രഷ് എടുക്കണു. ഹലോ ഗൈസ്, അപ്പോൾ ഒരു പ്രാവശ്യം വീഡിയോ എടുത്ത് ചമ്മിയതാണ്. ഞാൻ നൈസായിട്ട് ബാക്ക് ക്യാമറ വീഡിയോ എടുത്തേക്കണേ. ഞങ്ങളുടെ മഹൂല ലാസ്റ്റ് റോഡ് മാത്രമുണ്ട്. അതെ അതെ, ഞങ്ങൾ കുറേ സംസാരിച്ച് ഒരു 2-3 മിനിറ്റൊക്കെ സംസാരിച്ച് എടുത്തിരുന്ന വീഡിയോ എല്ലാം വെറുതെ പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ വേറെ ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ചങ്കിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8:45 വരേണ്ടായിരുന്നത്. അപ്പോഴാണ് ഞങ്ങളുടെ ബസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവള് വൈകി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ ബസ് മിസ്സായി പോയി. ഇവിടെ ഇവിടെ കുളിക്കാൻ ഇല്ല ഗൈസ്, ഇവള് വൈകിയ വന്നത് കൊണ്ട് ബസ് മിസ്സായി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് എത്തിയിട്ടുണ്ട്. എന്താണ് ഇത് ന്യൂസ് റിപ്പോർട്ടറിനോ ഞാൻ പറയണത്? ഓക്കെ, അപ്പോൾ ഗൈസ് 9 മണിയായിട്ടുണ്ട്. അപ്പോൾ 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോകണേണ്. ഇനി ബസ് അതും കൂടി മിസ്സാക്കിയാൽ അതെ ഞങ്ങൾ നടന്നു പോകും. എന്താ 1/2 മണിക്കൂർ എന്തുണ്ടെന്ന് തോന്നുന്നു അവളുടെ വീടിൻ്റെ അങ്ങോട്ട്. അവളുടെ വീട് കോട്ടുപള്ളിയിലാണ്. അതന്നെ ഞങ്ങളൊക്കെ അടുത്തടുത്ത്. ഞങ്ങളാണ് ഇന്നവരെ അവളുടെ വീട്ടിലും പോയിട്ടില്ല, അത്ര ദൂരെയുണ്ട്. ഗൈസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾ വീഡിയോ ഓഫാക്കി ഡീസൻറ്റ് കുട്ടികളാവാൻ പോണേ. ബൈ ഗൈസ്. കുറേ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ സ്വതന്ത്രം വരുന്നില്ല. ടൈം ആവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല നോക്കില്ല. ഗൈസ് ഒരു ബസ് ഇതിലൂടെ വരും. ഇപ്പോൾ അതായിരിക്കെങ്കിൽ ഭാഗ്യമുണ്ടാവും. ആടി വിശ്വസ് തന്നെ തന്നെ ഗൈസ്, ഞങ്ങൾക്ക് ബസ് കിട്ടി ഗൈസ്. ഗൈസ് ഫൈനലി എത്തിയിരിക്കുന്നു. എന്താണ് ഹോമി ലുക്കിലൊക്കെ കിടന്നത്? വീട് ഭയങ്കര വിശ്വാസിയുടെ ഒരു വീട്, പക്ഷെ ആർക്കും അത്ര വിശ്വാസമില്ല. അതിന് അമ്പലത്തിലൊക്കെ പോണെന്ന് പറഞ്ഞിട്ട് രാവിലെ. ഗൈസ് ഇവിടെ സ്പെഷ്യൽ സോഡയാണോ? മാറിക്കോട്ടെ, ഞാൻ അവരെ കണ്ടോണ്ടിരിക്കുന്നത്. പേരെന്താ? ഓക്കെ, ഹായ് ഹായ്. രാവിലെ കുളിച്ചൂടെ? ഇവളുടെ വീട്ടിലെല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോയി. കുളിക്കില്ല, നനക്കില്ല, ഫുഡും കഴിച്ചിട്ടില്ല, അമ്പലത്തിൽ പോയില്ല. ഞങ്ങളിപ്പോ പാടത്ത് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ എന്തോ നല്ല കിടില സ്ഥലമാണ്, സ്പോട്ടൊക്കെ കൊണ്ടുപോകണം. കുറച്ചടക്കണോട്ടാ. ഞങ്ങൾ കണ്ടിട്ട് തോന്നുള്ളത് ഒരു പാടമാണെന്ന്. ഇതാണ് പാടം. ഈ സാധനത്തിന്റെ അപ്പുറത്തെ വഴി കൂടെ നമ്മൾ അപ്പുറത്ത് പോകുമ്പോ പാടത്ത്. അത് ശരി. അപ്പൊ ഈ സാധനം എന്താ? ഈ സാധനം നദിക്കാറുണ്ട്. അപ്പൊ നീ നാട്ടുകാരില്ല. ഇവള് പറഞ്ഞു ഇവിടെ പ്രകൃതി രമണി ഒന്നുമല്ല, പക്ഷെ ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അതുപോലെ നോക്കി നടക്കാം. സീൻ സ്ഥലം. അപ്പൊ നമ്മ ബാക്ക് ടു ടോപ്പിക്. സീൻ സ്ഥലം പൂത്തൊക്കെ കിടക്കണോടാ. ക്രഷ് എടുക്കണു ഗൈസ്, നമ്മുടെ ചെക്കൻ. ഇതാണ് ശരിക്കുള്ള വഴി, പക്ഷെ മൊത്തം കാണിച്ചു നമുക്കൊരു വീട് വഴി കയറി അപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനൊരു പാലവും ചേട്ടാ നീ വേടിയാണ്ടത് കയറാ. ഓക്കെ ഓക്കെ ഫൈനലെത്തി. ഗൈസ് ഇവിടെ ഫുൾ പാലമാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല, ഇത് ചെറിയ പാലമാണ്. പക്ഷെ മറ്റേ പാലം ഇച്ചിരി സീൻ പാലമാണ് ഗൈസ്. എനിക്ക് അങ്ങനത്തെ പാലമൊക്കെ ആണ് ഇച്ചിരി ഫിയറാണ്. നമ്മൾ അടുത്ത പാലം കയറാൻ പോണു. ഗൈസ് സീന് വ്യൂ. അവിടെ കുറച്ച് തുമ്പിയൊക്കെ വീഡിയോ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ഈ സ്ഥലത്തെയാണ് ഗൈസ് ഇവിടെ പട്ടിക്കാട് എന്ന് വിളിക്കുന്നത്. Guys, so here is the Prakriti Ramani over here. Couldn't talk in English. Hi. Hi guys. Hello. Yeah. Namaskaram. That's English already. Sorry. How are you? What is the English word of Namaskaram? Namaskaram. Namaskaram means good morning. Alla. Ashubhadinam. See, Ashubhadinam എന്തുനാ? Shubhadinam. Good day. Good day. Shubhadinam. Good day biscuit.
तुम्हारा नाम का है that is one ചേട്ടൻ. ചേട്ടൻ ഒരു പണിയെടുക്കുന്നു. അതന്നെ നിങ്ങളെ പോലെ അല്ല അധ്വാനിക്കാൻ ആക്കാൻ. അത് കിളിയല്ല, എന്തോ എന്തോ കൊക്കാണത്. അതെ അതെ കിളിയാണത്. കിളി ഒന്നല്ല പോടി ഓടുന്നു. കിളിയൊന്നും ഇട്ടത് കടൽ കൊക്കാണ്ടോ കൊക്കെന്തേ കിളിയല്ലേ. താൽക്കാലികമായിട്ട് ഒരിടവേളക്ക് ശേഷം വീണ്ടും കാണാം. ഗൈസ് ഈ സ്ഥലത്ത് ലോഡ്സ് ഓഫ് പാലം ഇത്രയുള്ള ഇല്ലില്ല, സൈഡിൽ കൂടി വഴിയുണ്ട്. ഞങ്ങളിവിടെ പാലത്തുമ്പോ കയറിയിരിക്കുന്നത് കാലൊക്കെ വരച്ചിപ്പോ താഴെ താഴെ നല്ലൊരു കോമഡി സീൻ ഉണ്ടാവും. നമ്മ മുക്കി അല്ല പൊക്കിയെടുക്കണ്ടേ? എനിക്ക് നീന്താനൊന്നുമില്ല. എനിക്ക് അറിയില്ല. ഞാൻ കാല് നീട്ടി തരാതെ പിടിച്ച് കയറിക്കൊള്ളാം. അപ്പൊ താൻ താഴെ വീണാലോ? താൻ പൊക്കും. എത്ര ആഴുണ്ട് നോക്കാം. വലിയൊരു കമ്പെടുത്തോണ്ടാ. കമ്പെടുത്തോണ്ട കൂട്ടാ, അമ്മയുടെ അരി എടുത്തോണ്ടാ. കുട്ടൻ ചാട് കൂടെ ഉണ്ടാവും കുഞ്ഞിനാ അത്ര ഇത് കാല് മുക്കാനുള്ളൂ. പൂണ്ടോ ഏല ചെടി കൊണ്ട് നമുക്കെന്നാ കല്ലുകൾ ശില്പങ്ങൾ ഉണ്ടാക്കാം. മറ്റേ നീലപ്പൊന്മാൻ, പക്ഷെ പച്ച കളറുള്ള ഇനി അല്ല. നോക്ക് ലൈൻ കമ്പിമാ നീലപ്പൊന്മാൻ. നിങ്ങൾ കാണുന്നുണ്ടോ കൈസ്? അത് അവിടെ സീന് തുമ്പിയട്ടത് നല്ല ഭംഗിയുണ്ടായി കാണാൻ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിളിയുണ്ടാ? തന്നെ കിളി കൊടുത്താലോ? ഫുൾ കിളിയും പിന്നെ കിളിക്കൂടും. കൊള്ളാം. അവളേതോ കണ്ടത്ത് കയറിയിട്ട് നിറച്ച് ഉറുമ്പ് കയറി, മറ്റേ പുളിയോന് ഉറുമ്പ് കടി കയറുന്ന എന്നെ കുറെ നേരം കടിച്ച്. ഇപ്പൊ എല്ലാം ശരിയായി, ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര രാവിലെ നല്ല വൈബായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. വീട്ടിൽ അവിടെ ഇരിക്കണേണ്. 2 മുട്ട വെച്ചാൽ വിരിഞ്ഞ് കിട്ടും. അതൊക്കെ താറാവുകൾ നമ്മളൊക്കെ വിളിച്ചൂടെ. ഉറുമ്പിന്റെ ആകെ ഒരു സീനുള്ളൂ. മറ്റേ അത് പൂളിയൻ ഉറുമ്പ് ഭയങ്കര സുഖമുണ്ട് പൈസ കടിച്ചിട്ട്. ഇതാണ് താറാവ്. ഇതാണ് ട്രൂ ലവ്. ഇവിടെ എല്ലാത്തിനും പെണ്ണ്. അതന്നെ നമുക്ക് അതിനുള്ള ചെക്കനില്ലാത്തത്. സോ സാഡ്. അവിടെ ട്രൂ ലവ്. എനിക്ക് എടാ സിംഗിൾ പോണ് നമ്മുടെ നമ്മുടെ ഗ്യാങ്. എല്ലാരും ചൊറിഞ്ഞോണ്ടിരിക്കുക. അതെങ്ങനെയാ വയസ്സിനെ പോലെ കുളിക്കൂല. അതെ അതെ, ഞാൻ ഇന്നലെ രാത്രി കുളിച്ചു. ഇവള് കുളിക്കണമെന്ന് പെരുമഴയോ ആരുമില്ലെന്നാ ഇവിടെ നടക്കി. ശരിയാണ്, ആരുമില്ലല്ലേ. പ്രൈവസിയിലല്ല, ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. അതെന്തോടെ പുലി ഇറങ്ങും. രാത്രി ചേട്ടന്മാര് കൗട്ടിടിക്കാൻ എനിക്ക് ബൊക്കെ ഉണ്ടായി തന്നെ. പൊക്കെ ഉണ്ടാക്കാൻ കൊറേ വേണമല്ലേ. ആക്കാരുടെ തെറിയൊന്നും കേൾക്കും. ട്രൂ ലവ് ആയിട്ട് എനിക്ക് ബൊക്കെ ഉണ്ടായി തന്നെയാണ്. താങ്ക് യു. ഈ കുറച്ചുകൂടി സൂമാക്കാണെങ്കിൽ ഒരുമാതിരി നല്ല രസം. ഓ ലുക്ക് സത്യം. എനിക്ക് കുഞ്ഞാവേണം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാരി കൊടുത്ത് വെൾക്കാണ്. വേറെ ആർക്കും ഇതുവരെ വാരി കൊടുത്തിട്ടില്ല. ഇവിടുന്ന് വന്നേ അവിടെ കൃഷ്ണനാക്കുന്നു. മോനെ കൃഷ്ണൻ എല്ലാരും കണ്ടോ? കൃഷ്ണന്റെ രാധയില്ല, സിംഗിളാണ്. സിംഗിളാ കുട്ടി. രാധ വേണ്ട ആൾക്കാര് മെസ്സേജ് അയച്ചാൽ കൃഷ്ണൻ വെയിറ്റിംഗിലാണ്. അത് വൈപ്പിലെന്ത് ചിങ്ങനെ കൃഷ്ണ എന്തൊക്കെയാ കൃഷ്ണനായിരുന്നല്ലോ. കഷ്ടപ്പെട്ട് ചെയ്ത സാധനം. എന്ത് കൊമ്പൊച്ചാണോ രണ്ട്. ഇവിടെ എന്റെ രാധനെ റെഡിയാക്കുവാണ്. രാധ ഒന്ന് നോക്കൂ. ചന്ദ്രക്കട കിട്ടിയോട്ടാ. അത് മതി, ലുക്കായിട്ടുണ്ട്.
നമ്മുടെ രാധ കൃഷ്ണനേക്കാൾ കുറച്ച് ഹൈറ്റ് ഒക്കെ കൂടുതലാണ്. അത് കാലമൊക്കെ വെച്ചിരിക്കണേണ്. രാധ കുറച്ച് നാണവും മാനവും ഒക്കെ ഉണ്ട്. കൃഷ്ണന് അതൊന്നുമില്ല. രാധ കോഴിയാണ്. സാധാരണ തിരിച്ചാണ് വരേണ്ടത്, സ്വാഭാവികം. ഗൈസ് ഈ രാധ സീനില്ല, പക്ഷേ കൃഷ്ണൻ പിക്ക് പോയി തൂക്കിയെടുത്ത് കളയാവുന്ന അത്രേ ഉള്ളൂ. ബോഡി ഷേമി ചെയ്യുന്ന പറ്റുകളെ. പക്ഷെ പറഞ്ഞിട്ടില്ല, കൃഷ്ണൻ സൈസില്ല, ചെറിയ പീക്കിലായി പോയി. കണ്ണു ഞങ്ങൾക്ക് അതെ പപ്സ് ഒന്നും വാങ്ങിച്ചല്ല, ഫ്രീ ആയിട്ട് വന്നു. സോടെ ചെവി വെച്ചിരുന്നത് മതി. അത് ഓരോ വയസ്സിനൊരു ബൊക്കെ ആയിട്ട് കൊടുക്കാം. അതെ ചെവി ചക്കളും ഉണ്ടാവും. താങ്ക്സ്. ഇതിപ്പോ രണ്ടാമത്തെ ബൊക്കെ എനിക്ക് ഇടുന്നത്. ബൊക്കെ അല്ലേ? ഞാൻ ചെറിയ പൂ ഗൈസ് അങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എടുക്കാനും പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പിരിയാൻ പോവുകയാണ്. ബൈ ബൈ. മറ്റന്നാൾ കാണാം. പിരിയണോന്നല്ല, ഇച്ചുകൾക്ക് വല്ലപ്പോഴൊക്കെ പാടം കാട്ടിക്കൊടുത്തു എല്ലാം കാണിച്ചു. ബൈ ബൈ. വരച്ചാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഉറങ്ങിയപ്പോ ഒരു വരച്ചാണ്. അപ്പൊ ഒരുപാട് ഉറപ്പിക്കാനുള്ള. ബൈ ബൈ. ബ്ലൂം പഠിക്കും. ബ്ലൂം. ബൈ.